നമുക്ക് വിശദമായ വാർത്തകൾ നോക്കാം. മുനിസിപ്പൽ കൗൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നഗരസഭാ ചെയർപേഴ്സൺമാരുടെയും കോർപ്പറേഷൻ മേയർമാരുടെയും തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-ക്കാണ്. ഉപാധ്യക്ഷന്മാരെയും ഡെപ്യൂട്ടി മേയർമാരെയും ഉച്ചയ്ക്ക് 2:30-ക്ക് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. തിരുവനന്തപുരം നഗരസഭയിൽ വി രാജേഷാണ് ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. ആദ്യ ബിജെപി മേയറായി വി രാജേഷിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, അത് തന്നെയാണ്, ചരിത്രം തന്നെയാണ് മാറുന്നത്. ചരിത്രം തന്നെയാണ് തലസ്ഥാനത്ത് വഴിമാറുന്നത്. ഇവിടെ ഞാനുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിലാണ്. അവിടെ ഈ പഴയ മേയർമാരുടെ ചിത്രങ്ങളുണ്ട്, പഴയ മേയർമാരുടെ ഫോട്ടോകളുണ്ട്. അവിടെ എല്ലാം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM, CMBയുടെ MP പത്മനാഭൻ ദീർഘകാലം മേയറായിരുന്നു. അവിടേക്കാണ് ഇനി പുതിയ മേയറായി വി രാജേഷ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ചരിത്രം. ഏറ്റവും ഒടുവിൽ ഇവിടെ ആര്യ രാജേന്ദ്രൻ വരെ, ശ്രീകുമാറും പ്രശാന്തും ചന്ദ്രയും ശിവൻകുട്ടിയും തുടങ്ങി ആര്യ രാജേന്ദ്രൻ വരെ മുൻ മേയർമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ അടുത്തത് മേയറായി വരാൻ പോകുന്നത് വി രാജേഷ് ആകുമെന്ന് ഉറപ്പാണ്. അത്ഭുതങ്ങൾ ഇനി സംഭവിക്കാനില്ല. ഒരേ ഒരു പ്രശ്നമുള്ളത് 20 BJP കൌൺസിലർമാർ അവിടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനം ആരോപിച്ച് CPM കോടതിയിൽ പോകുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇന്ന് 10:30-ക്ക് മുമ്പുണ്ടാവുകയും അവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്ക് ചെയ്താൽ മാത്രമേ ഇപ്പോൾ വി രാജേഷ് മേയറാകാനുള്ള സാധ്യതയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വി രാജേഷ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ചുമതലയേറ്റെടുക്കും. BJPയുടെ ദീർഘകാല സ്വപ്നങ്ങളിലൊന്ന്, എപ്പോഴും അവർ പറയുന്നത് നഗരഭരണം പിടിക്കും. പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ, രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാൻ BJPയുടെ മേയർ ഉണ്ടാകും. ആ കറുത്ത ഗൌണിട്ട് BJP മേയർ സ്വീകരിക്കുന്നതിന് കുറെ നാളുകളായി BJP അവകാശവാദം ഉന്നയിച്ചതാണ്. അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ അത് പരിഹസിച്ച് തള്ളിയതാണ്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30-ക്കാണ് മേയർ തെരഞ്ഞെടുപ്പ്. വി രാജേഷാണ് BJPയുടെ സ്ഥാനാർത്ഥി. CPMന്റെ ഇടതുമുണ്ട സ്ഥാനാർത്ഥിയായി പുന്നക്കാമുകൾ കൌൺസിലർ RP ശിവജി മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് മുൻ MLA കൂടിയായ കവടിയാർ വാർഡ് കൌൺസിലർ K ശബരിനാഥൻ മത്സരിക്കും. 50 കൌൺസിലർമാരാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയടക്കം 51 BJPയുടെ ടാലി ഉയരും. 51 കേവല ഭൂരിപക്ഷത്തിന് നഗരസഭയിൽ വേണ്ടത്. അതിൽ തന്നെ BJP എത്തുകയാണ്. അതായത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ കണ്ണമുറിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയെ കൂടി BJP ഒപ്പം നിർത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകും. ആ ധൈര്യത്തിൽ അവർക്ക് 5 വർഷവും കൌൺസിൽ ഭരണം കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. മറ്റൊരു സ്വതന്ത്രന്റെയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്തുണയൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും BJP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും 29 കൌൺസിലർമാരാണ് ഇടതു മുന്നണിക്ക് നഗരസഭയിലുള്ളത്. 29 കോൺഗ്രസിന് 19 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആകെ വോട്ട് 3 വിഭജിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ വി രാജേഷിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞത് 51 വോട്ട് കിട്ടണം. ആ 51 വോട്ട് കിട്ടുകയും രണ്ടാമത് വരുന്ന RP ശിവജിക്ക് കിട്ടാൻ പോകുന്നത് 29 വോട്ടാണ് കിട്ടേണ്ടത്. ഏതെങ്കിലും കൌൺസിലർമാർ അവധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാം, അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി ചെയ്താൽ അതിന് സാധ്യതയില്ല. കാരണം ഓപ്പൺ വോട്ടാണ് ഉണ്ടാവുക. ആർക്ക് വോട്ട് ചെയ്യുന്നത് കൃത്യമായി അറിയാൻ കഴിയും. അതുകൊണ്ട് അത്തരമൊരു അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. അങ്ങനെ വന്നാൽ 51 29 UDFന് 19. അതിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കൂടിയാണ്, പൗണ്ട് കടവിൽ വിജയിച്ച സുധീഷ് ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി അറിയാനുള്ള ഒരു കാര്യം. ഏതായാലും അങ്ങനെ ആദ്യം വരുന്ന 2 പേർ വി രാജേഷും RP ശിവജിയുമാകും. പിന്നെ അവർ തമ്മിലാകും വീണ്ടും മത്സരം, വോട്ടെടുപ്പ്. അല്ലെങ്കിൽ CPM പിന്മാറണം. അങ്ങനെ പിന്മാറാൻ സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയെങ്കിൽ 2 തവണ വോട്ടെടുപ്പ് നടത്തേണ്ടി വരും. അതിനൊടുവിൽ വി രാജേഷിനെ മേയറായി പ്രഖ്യാപിക്കും. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഡയസിൽ ഇവിടെയാണ് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുക. ഈ കോർപ്പറേഷൻ സെക്രട്ടറി വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ നേതൃത്വം നൽകും. അതിനുശേഷം വോട്ട് എണ്ണും. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ വി രാജേഷിനെ മേയറായി പ്രഖ്യാപിക്കും. രാജേഷ് ചുമതല ഏറ്റെടുക്കും. അവിടെയാണ് ചരിത്ര നിമിഷത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭ മാറുന്നത്. നഗരഭരണം BJPയിലേക്ക് എത്തുന്നു. BJPയുടെ മേയർ നഗരഭരണത്തിന്റെ സാരഥ്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തമാണ് കാത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കൌൺസിൽ ഹാളിൽ പ്രധാനപ്പെട്ട പഴയ മുൻ മേയർമാരുടെ മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് കാണുന്ന ഈ ഇടതുവശത്ത് ഇവിടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഒരു ടാഗോടുകൂടി ഒരു
ചിത്രം EMSന്റെ ഒരു ചിത്രം വച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ ഈ ചിത്രം ഇവിടെ ഉണ്ടാകുമോ, വേറെ ഏതൊക്കെ നേതാക്കളുടെ ചിത്രങ്ങൾ ഇവിടേക്ക് വരും എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. അങ്ങനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി നിലയാണ് ഇവിടെ ഉള്ളതെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ വരാം, മറ്റു നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ വരാം. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരഭരണം മാറുകയാണ്. അതിൻ്റെതായ വലിയ ആവേശം BJP പ്രവർത്തകർക്കുണ്ട്, ആശങ്ക ഇടത് വലത് മുന്നണികൾക്ക് ഉണ്ട്. വലിയ സംഘർഷ ഭൂമിയായി പ്രദേശമായി നഗരസഭയും ഓഫീസും ഒക്കെ മാറും. അതിശക്തരായ പ്രതിപക്ഷമുണ്ട്. VV രാജേഷിനെ മേയറാക്കാൻ BJP നേതൃത്വം തീരുമാനമെടുത്തതിന് പ്രധാന കാരണം തന്നെ രാജേഷ് സജീവമായി രാഷ്ട്രീയത്തിലുള്ള വളരെ കൃത്യമായി രാഷ്ട്രീയ പരിചയമുള്ള നേതാവാണ്. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാൻ പോകുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ RP ശിവജിയും അദ്ദേഹം നേരത്തെയും കൌൺസിലായിരുന്ന ആളാണ്. SP ദീപകിനെ പോലുള്ള നേതാക്കളുണ്ട്. മഞ്ജൂർ ബാബുവിനെ പോലെ കൌൺസിൽ പരിചയമുള്ള നേതാക്കളുണ്ട്. അമൃത ഭാഗത്താകട്ടെ K ശബരിനാഥിനെ പോലെ 2 തവണ നിയമസഭയിലെത്തിയ ആ പരിചയം കൂടിയുള്ള നേതാക്കളുണ്ട്. അങ്ങനെ അതിശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ കൂടി ഇവിടെ കാണാൻ നമുക്ക് കഴിയും. പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങളെല്ലാം അതിസൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷമുണ്ടാകും. ആ ഒരു ജാഗ്രത ഉണ്ടാകുമെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. അത് അത്തരം അതിശക്തമായ പ്രതിപക്ഷമുള്ളത് തങ്ങളുടെ ജാഗ്രത ഒന്നുകൂടി വർദ്ധിപ്പിക്കും. ഓരോ തെറ്റും ആ രീതിയിൽ ഉയർത്തിക്കാട്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകും. ക്രിയാത്മക പ്രതിപക്ഷമായി മാറുമെന്ന പ്രതീക്ഷയാണ് BJP ഈ ഘട്ടത്തിൽ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ ആ രീതിയിലാണ് കാണുന്നത്. ഏതായാലും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണ് തലസ്ഥാന നഗരത്തിൽ, നഗര ഭരണത്തിൽ. അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമുണ്ടാകുന്ന ഒരു സംശയം, ഇന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ വളരെ വിവാദമായിരുന്നു. കാവിലമ്മയുടെയും ആറ്റുകാലമ്മയുടെയും ഒക്കെ പേരിലുള്ള സത്യപ്രതിജ്ഞ നടത്തിയിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണിച്ചേക്കുമെന്ന് അറിയുന്നു. അത് ഈ വോട്ടെടുപ്പിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോടതി ആരംഭിച്ച ഉടൻ തന്നെ അത്തരമൊരു നീക്കം നടത്താൻ CPM തയ്യാറെടുക്കുകയാണ്. ടുഡേ മൂവ് ചെയ്യാനാണ് ഹൈക്കോടതിയിൽ. പക്ഷേ അങ്ങനെ മൂവ് ചെയ്താലും 10:30 വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മേയർ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാനിടയില്ല. 20 പേരാണ് കാവിലമ്മയുടെയും അതുപോലെ തന്നെ അയ്യപ്പന്റെയും ഉദയന്നൂർ ദേവിയുടെയും ആറ്റുകാൽ ദേവിയുടെയും ഒക്കെ പേരിൽ ബലിദാനികളുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് വളരെ അപൂർവമായ സത്യപ്രതിജ്ഞയാണ് ഈ തലസ്ഥാന കൌൺസിലിലേക്ക് നടന്നത്. 2 UDF കൌൺസിലർമാരും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ 22 പേർക്കെതിരെയാണ് CPMന്റെ ആരോപണം. 20 പേരുകൾ വെച്ചാണ് ഇന്നലെ CPM അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി കൊടുത്തത്. കോൺഗ്രസ് കൌൺസിലർമാർക്കെതിരെ കൂടി പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക 22 പേർ മാറി നിന്നാൽ അത് ഈ ബലാബലത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. 29 ഇടതുമുന്നണിയുടെ അംഗസംഖ്യ. ഇപ്പോൾ അംഗബലം 22 29 അവിടെ BJPയുടെ 20 കുറയുമ്പോൾ 31 അത് ചുരുങ്ങും. അപ്പോൾ വീണ്ടും കണക്കുകളിൽ വലിയ കൗതുകമുണ്ടാകും. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. കാരണം രാവിലെ തന്നെ 10:30 മുമ്പ് ഈ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് വോട്ടെടുപ്പിൽ നിന്ന് അവരെ വിലക്കണം. അവരുടെ സത്യവാചകം ചൊല്ലൽ സത്യപ്രതിജ്ഞ ക്രമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമെന്നാണെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ അതിലൊരു തീർപ്പ് ഉടൻ ഉണ്ടാകാനിടയില്ല. അത് കോടതി ഇന്ന് പരിഗണിച്ചാലും ഒരുപക്ഷെ മേയർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30 ഉണ്ട്. അതിനു മുമ്പ് തന്നെ അതിലൊരു തീരുമാനം വന്നേക്കാം. എങ്കിൽ അവിടെ ഒരു പ്രശ്നത്തിന് സാധ്യതയുണ്ട്. കോടതി CPMന്റെ ഈ വാദം അംഗീകരിച്ച് ഈ കൌൺസിലർമാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതൊരുപക്ഷെ വീണ്ടും വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അത് അത്രത്തോളം എളുപ്പമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അല്ലെങ്കിൽ സ്വാഭാവികം വളരെ അനായാസം BJP ജയിച്ചു വരും. അവർക്ക് അതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ നൽകിയതാണ്. 50 എന്ന അവർക്ക് 50 കൌൺസിലർമാർ എഴുതും. ഒരു സ്വതന്ത്രം ഉൾപ്പെടെ 51 എന്ന വളരെ കൃത്യമായ കണക്കിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകാനിടയില്ല എന്നാണ് പൊതുവിൽ കരുതുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി കൂടി ഹർജി കൂടിയുണ്ട്. അത് ചട്ടവിരുദ്ധമാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയൊക്കെ വിധിയുണ്ട് ഇത്തരം സത്യപ്രതിജ്ഞകൾ ചട്ടവിരുദ്ധമാണ് എന്നുള്ളത്. വേണമെങ്കിൽ ഇവരെ വീണ്ടും 1 മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാകും. ഈ ചട്ടപ്രകാരം
ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ഒക്കെ എടുത്ത് ഇവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ അവസരമുണ്ട്. അവരുടെ അംഗത്വത്തോടുകൂടി നഷ്ടമാകുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അവർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ല, അത് ചട്ടവിരുദ്ധമെന്നാണ് CPM-ന്റെ പരാതിയും ആരോപണവും. അതിൽ അവരെ ഇന്ന് വോട്ടെടുപ്പിൽ നിന്ന് തടയണമെന്നാണ് CPM-ന്റെ ആവശ്യം. അവിടെയാണ് അതിനൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ജാഗ്രതയും സൂക്ഷ്മതയും BJP-യുടെ ഒക്കെ ഭാഗത്ത് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള നീക്കവുമാക്കി കാണാൻ കഴിയുന്ന കാര്യം. ഏതായാലും അത് ഇന്ന് തന്നെ അതിൽ തീരുമാനം ഉണ്ടാകേണ്ട സാധ്യത കുറവാണ്. മേയർ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാനുള്ള സാധ്യത തീർത്തും വിരളവുമാണ്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.